ഹായ് ഹലോ എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബലൂൺ വെച്ചിട്ടുള്ള പെയിന്റിംഗ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ബലൂണിനകത്ത് ഈ ഒരു മുത്ത് ഇടാവേ. കൂട്ടുകാരെ ബലൂൺ മുത്തിട്ടിട്ട് എന്താ ചെയ്യണ്ടേ? ഒരു റബ്ബർ ബാൻഡ് കെട്ടണം. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇത് മറിച്ചെടുക്കണം. എങ്ങനെയാ മറിച്ചെടുക്കണേ? മറിച്ചെടുക്കാൻ കുറച്ച് കഷ്ടമാണല്ലോ. Come on. Yes. കിട്ടി. ദേ എങ്ങനെ കിട്ടിയേ? ഇത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉയർത്തിക്കാം. എനിക്കൊരു ബോൾ കിട്ടി. എനിക്കൊരു ഉണ്ട കിട്ടി. താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പമ്പ് ചെയ്യുമായിരുന്നു. അയ്യോ ദേ എങ്ങനെ കിട്ടി ഇതിൻ്റെ പക്ഷേ ഇച്ചിരി. യെസ്, കാറ്റ് കുറച്ചുകൂടെ ഇത് വരും. കാറ്റ് കുറച്ചാൽ കുറച്ചുകൂടെ ഈ ലൈൻസ് ഒക്കെ വരും. നിക്ക് അമ്മ കെട്ടട്ടെ. ഒരെണ്ണം വൈറ്റും ഒരെണ്ണം റെഡും നമുക്ക് ഇനി എടുക്കാം. അമ്മ ഇങ്ങനെ വൈറ്റ് എടുത്തോ, ഞാൻ റെഡ് എടുത്തോളാം. ഓക്കെ, നമുക്ക് ഇനി തുടങ്ങാം. പെയിന്റ് എടുത്തിട്ട് ബ്രഷ് എടുത്തിട്ട് ഇതില് പെയിന്റ് ആക്കണം. മുക്കിയിട്ട് ഇങ്ങനെ പെയിന്റ് ഇടണം. ഓക്കെ, ഇനി ഈ ചാക്കോ ഇതില് വെക്ക. അമർത്ത്. യെസ്, ഇനി അടുത്തത് വേറെ കളർ എടുക്കാം. ബ്രഷ് പിടിച്ചോ. എനിക്ക് വേണോ ഇത്? ഈ ബ്രഷ് എനിക്ക് വേണം. ആ ബ്രഷ് ഓക്കെ എടുത്തോ. ഇനി അടുത്തത് റെഡിൽ മുക്ക്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇടുക. പിങ്കും റെഡും മിക്സ് ആകുമ്പോൾ വേറൊരു കളറായിരിക്കും വരുന്നത്. നോക്കാം നമുക്ക്. ബ്രഷ് ഇട്ടാ എന്നാ മടുത്ത്. അയ്യോ, ഇത് ശരിയായി. ആദ്യം വെച്ചപ്പോൾ പെയിന്റ് കൂടി പോയോണ്ടായിരിക്കും. യെസ്, ഇനി അടുത്തത് യെല്ലോ എടുക്കാവേ. ഇനി അടുത്തത് വൈറ്റ് ബലൂണിൽ എടുത്തിട്ട് യെല്ലോ കൊടുക്കാം. യെസ്, എനിക്ക് തരാം. ഞാൻ റെഡി ആയിരിക്കുന്നു. അയ്യോ വീഴല്ലേ. ഇനി ഞെക്ക് ചാക്കോ. എന്നാ പിടി. ഇനി അടുത്തത് യെല്ലോ ആൻഡ് പിങ്ക് ആക്കാം. അമർത്തിക്കോ.
ഇനി വേറെ കളർ ഇടാം. ബ്ലൂ. ബ്ലൂ കുട്ടിക്കാരെ മേലെ ഇടയ്ക്ക് കൊടുക്കും. യെസ്, കൊള്ളാം. മേലെ ഇവിടെ ഓക്കെ ഫൈൻ. പൂവിൻ്റെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇല വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചാക്കോച്ചിയും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ മൊത്തം ഒന്ന് വരച്ചെടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഗ്രീറ്റിംഗ് കാർഡ് പോലെ ചെയ്യാം. ഒരു 2-3 പൂവ് ഇതുപോലെ ഒന്ന് പെയിൻ്റ് ആക്കിയിട്ട് അതിന് സ്റ്റെംസും ലീഫും നല്ല ലീഫൊക്കെ വരച്ച് കൊടുത്താൽ നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡും ആകും. ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ആരെങ്കിലും റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടോ? ഞാൻ എന്താണേലും എടുത്തിട്ടില്ല. ബിക്കോസ് എനിക്കറിയാം അത് ചെയ്യില്ല എന്ന്. 2 ദിവസത്തേക്കേ ഉണ്ടാകുള്ളൂ ആ ഒരു എന്തൂസിയാസം ചെയ്യാനുള്ളത്. പിന്നെ അത് പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാറില്ല. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. ഈ പെയിൻറ്റിങ് പിള്ളേർക്ക് നല്ലൊരു ആക്ടിവിറ്റിയാണ്. ആ പിള്ളേരെ കൊണ്ട് ഇതിങ്ങനെ ചെയ്യിപ്പിച്ച് നോക്ക്. നല്ലൊരു ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ ആ പിള്ളേർ ഈ കുക്കിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ നല്ല ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്. അവർക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അത് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർക്ക് ഇതിലൂടെ സ്ക്രീൻ ടൈമും കുറയ്ക്കാൻ പറ്റും. അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് തീർന്നു. ഇനിയിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റിൽ പറയണേ. കൂട്ടുകാരെ ഇതെല്ലാവർക്കും ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.